Hi everyone. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ്. അതായത് നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച 2024 GD എക്സാം എഴുതി പാസ്സായതിനു ശേഷം ഷോർട്ട് ലിസ്റ്റ് ആയതിനു ശേഷം നടക്കാൻ പോകുന്ന ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് ആൻഡ് അഡ്മിറ്റ് കാർഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാൾ മുന്നേ ഒരു നോട്ടീസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സെപ്റ്റംബർ 23 ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിരുന്നു. സെപ്റ്റംബർ 23 മുതൽ നവംബർ 8 വരെയാണ് നിങ്ങൾക്ക് ഫിസിക്കൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് 3 സെൻറ്റേഴ്സിലായിട്ടാണ് നടക്കുന്നത്. ആ 3 സെൻറ്ററിൽ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് നടക്കുന്നതായിരിക്കും. ഇനി ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് ഈ ഒരു സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് rect.crpf.in നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CRPFൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ആവാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ആവുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഇൻ്റർഫേസിൽ ആദ്യം കാണുന്നത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞ് കാണുന്ന ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. അതുപോലെ തൊട്ട് താഴെ കാണുന്ന ലിങ്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ആണുള്ളത്. ആദ്യത്തെ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കാണ്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർ ഒഫീഷ്യലി പറഞ്ഞേക്കാണ്, CRPF ഒഫീഷ്യലി പറഞ്ഞേക്കാം. CRPF ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഒഫീഷ്യലി. അപ്പോൾ CRPF ഒഫീഷ്യലി പറയുകയാണ് 23/9/2024 മുതൽ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് നടക്കും. അതുപോലെ അഡ്മിറ്റ് കാർഡ് ഇല്ലാത്തവരെ ഇതിലേക്ക് എൻട്രി ചെയ്യിക്കുന്നതും അല്ല. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് നിങ്ങളുടെ ഗൂഗിളിൽ CRPF സൈറ്റിൽ വെബ്സൈറ്റിൽ ജസ്റ്റ് കയറി നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നതാണ്. ഇനി അതുപോലെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഈ ഇൻ്റർഫേസിൽ ആദ്യം രജിസ്ട്രേഷൻ ID, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ രജിസ്ട്രേഷൻ ID അറിയാം എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും ഹ്യൂമൻ വെരിഫിക്കേഷനും കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് റോൾ നമ്പറാണ് അറിയാവുന്നതെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും റോൾ നമ്പറും അതുപോലെ തന്നെ ഹ്യൂമൻ വെരിഫിക്കേഷനും കൊടുത്ത് സെർച്ച് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ്, പ്ലേസ്, റിപ്പോർട്ടിംഗ് ടൈം എന്നിവ അറിയാൻ പറ്റുന്നതാണ്. ഇനി അതുമല്ല നിങ്ങളുടെ രജിസ്ട്രേഷൻ ID, റോൾ നമ്പർ ഒന്നും അറിയില്ലെങ്കിലും നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ 4 ലെറ്റർ ആൻഡ് നിങ്ങളുടെ അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ 4 ലെറ്റർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഹ്യൂമൻ വെരിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെർച്ച് ബട്ടൺ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഫോം നമ്പർ, റോൾ നമ്പർ, അതുപോലെ നെയിം, അച്ഛൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, അതുപോലെ ജെൻഡർ, അതുപോലെ ഡേറ്റ്, നിങ്ങൾക്ക് എന്നാണ് ഫിസിക്കലി നടക്കുന്നുള്ള ഡേറ്റ് കാണും, റിപ്പോർട്ടിംഗ് ടൈമും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സേവ് PDF കൊടുത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഫിസിക്കലിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 4 റീസെൻ്റ് ആയിട്ട് എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ ഫോട്ടോ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടുന്ന ID പ്രൂഫ്, ഒറിജിനൽ ID പ്രൂഫ് കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ അഡ്മിറ്റ് കാർഡും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനി ഒട്ടും തന്നെ ടൈമില്ല, ഫിസിക്കല് നിങ്ങൾക്ക് ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത്രയും നാളൊരു എക്സ്ക്യൂസ് ഉണ്ടായിരുന്നു ഫിസിക്കലിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇനി ആ ഒരു എക്സ്ക്യൂസ് വരില്ല, ഇതിന് നീണ്ട പോകും എന്നുള്ളൊരു എക്സ്ക്യൂസ് ഇല്ല. നിങ്ങൾക്ക് ഫിസിക്കലിൻ്റെ ഡേറ്റ് ഒഫീഷ്യലി വന്നിട്ടുണ്ട്, 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഡേറ്റ് എന്നാണ് എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ പ്രാക്ടീസ് ബൂസ്റ്റ് ചെയ്യുക. ഇനിയും തഞ്ചത്തിൽ ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ ആ ഒരു മികച്ച അവസരം, ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പാഴാക്കി കളയരുത്. നിങ്ങളുടെ മാക്സിമം കൊടുത്ത് നിങ്ങൾ ആ ഒരു ജോലിയിലേക്ക് എൻ്റർ ആവുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നിങ്ങൾ നല്ല രീതിക്ക് പെർഫോം ചെയ്യുക ആൻഡ് താങ്ക് യു.